നോക്കിയത് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെതായിട്ടുള്ള കൂടുതൽ പ്രതികരണങ്ങൾ കൂടി ട്രംപ് സംസാരിച്ചായിട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ട്രംപ് പറയുന്നത് മറ്റൊന്നുമല്ല, എനിക്ക് വേണമെങ്കിൽ ഈ യുദ്ധം കുറേ നാൾ നീട്ടിക്കൊണ്ടു പോകാം, അല്ലെങ്കിൽ 2-3 ദിവസം കൊണ്ട് പൂർണ്ണമായും എല്ലാം അവസാനിപ്പിക്കാം. ഇത് ഇറാന് ഇതിൽ തീരുമാനിക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഈ ആണവായുധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പദ്ധതികളിൽ നിന്നും ഇറാൻ ആദ്യം അടുക്കുകയും പിന്നീട് പിന്മാറുകയും കരാറിൽ നിന്നും പിന്മാറുകയും ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനൊരു ആക്രമണത്തിന് കാരണമെന്ന് പറയുന്നു. ഒപ്പം തന്നെ ഇടയ്ക്കിടെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ ഉണ്ടാവുകയും ആരെങ്കിലുമൊക്കെ കൊല്ലപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. നിലവിൽ ഇറാന് തീരുമാനിക്കാം എന്തു വേണം എന്ന തരത്തിലുള്ള പ്രതികരണമൊക്കെ, അതായത് തീർത്തും പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമൊക്കെ ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്നായി വരികയും ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലായത്? ഈ നിമിഷമാണ് ഇങ്ങനെയുള്ള പ്രതികരണമൊക്കെ വന്നുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത മണിക്കൂറിലാണ് UN രക്ഷാസമിതി ചേരുന്നത്. അവിടെ ഒരു സമാധാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ തീർത്തും പ്രകോപിപ്പിക്കുന്ന തരത്തിൽ ആണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു പ്രതികരണം ഉണ്ടാവുന്നത്. അക്ഷയ, അതിലേക്ക് വരാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നു. ഇറാനിയൻ സുപ്രീം ലീഡർ, ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖാംനെയിയുടെ മൃതദേഹം നമ്മൾ നേരത്തെ കണ്ട ഖാംനെയിയുടെ കൊട്ടാരത്തിന് തകർന്ന കൊട്ടാരത്തിൽ നിന്നും മൃതദേഹം കണ്ടെടുത്തുവെന്നും അതിൻ്റെ ചിത്രം താൻ കണ്ടു എന്നുമുള്ള അവകാശവാദവുമായി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയിരിക്കുന്നു. അതായത് കുറേ കൂടി നേരത്തെ പറഞ്ഞതിൽ നിന്ന് കുറേ കൂടി വ്യക്തതയോടെ ഇസ്രായേൽ അവകാശപ്പെടുകയാണ് ഖാംനെയി കൊല്ലപ്പെട്ടു എന്നത്. ഖാംനെയി കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ നമുക്ക് ആ ആശങ്കയ്ക്ക് മുകളിലായിരിക്കും. പ്രധാനപ്പെട്ട വിവരമാണ് വരുന്നത്, ഒന്നുകൂടി വ്യക്തമാക്കാം. അതായത് അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടു, ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടു എന്ന് ഇറാനിയൻ ജനതയോടായി നേരത്തെ ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴിതാ ആ കാര്യം കൂടുതൽ സ്ഥിരീകരിക്കുന്ന തരത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് മറ്റൊന്നുമല്ല. അദ്ദേഹം കണ്ടിട്ടുണ്ട് ഈ കെട്ടിടത്തിന് സമീപത്തായിട്ട് അയത്തുള്ള അലി ഖമനിയുടെ മൃതദേഹം കണ്ടു എന്നുൾപ്പെടെയാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ്. ആ വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. അങ്ങനെയാണെങ്കിൽ അലി ഖമനി കൊല്ലപ്പെട്ടു എന്ന് ഒരു പക്ഷേ സ്ഥിരീകരിക്കേണ്ടി വരും. പക്ഷേ ഇത് ഇറാനിക്കാർ ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. അങ്ങനെയൊരു കണ്ടു എന്നതിനപ്പുറത്തേക്ക് അങ്ങനെയൊരു ദൃശ്യങ്ങളൊന്നും പുറത്തു വരികയും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് നമ്മളിത് സ്ഥിരീകരിക്കേണ്ടത് അവസ്ഥയാണോ ഇപ്പോഴുണ്ടാകുന്നത്? നേരത്തെയും ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നുണ്ടായിരുന്നു. ആ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടാണോ നമ്മൾ കാണേണ്ടത്, അതോ ഖമനയി കൊല്ലപ്പെട്ടു, ഇറാന്റെ പരമോന്നത നേതാവ് എന്ന് നമ്മൾ സ്ഥിരീകരിക്കേണ്ടി വരുന്നു? ഇല്ല, നമുക്കത് സ്ഥിരീകരിക്കാൻ കഴിയുന്ന അവസ്ഥയില്ല. സത്യത്തിൽ സ്ഥിരീകരിക്കണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് ഇത് ഖാംനെയി തന്നെയാണ് കൊല്ലപ്പെട്ടതെന്ന് വ്യക്തമാകുന്ന ദൃശ്യങ്ങളോ ചിത്രങ്ങളോ വരണം, അല്ലെങ്കിൽ ഇറാൻ സ്ഥിരീകരിക്കണം. നിലവിൽ അത് രണ്ടും നടന്നിട്ടില്ല. അതിൽ പക്ഷേ പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേൽ വളരെ കോൺഫിഡൻ്റായി വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ട് ഖാംനെയി കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ളൊരു തോന്നലല്ല. അതിനപ്പുറത്തേക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ ബോഡിയുടെ ഭൗതിക ശരീരത്തിൻ്റെ ഫോട്ടോ കണ്ടു, ചിത്രം കണ്ടു എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുമ്പോൾ അത് കുറേ കൂടി ആ ഫോട്ടോ നമുക്ക് കാണിക്കാൻ ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അവസ്ഥയായിരിക്കില്ല ഇപ്പോൾ. പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ അതൊരു ക്ലാസിഫൈഡ് ഡോക്യുമെൻ്റ് ആയിരിക്കാം. അതുകൊണ്ട് ഫോട്ടോ ഉടനെ വരും എന്ന് ഉറപ്പ് പറയാൻ കഴിയില്ല. പക്ഷേ സിറ്റുവേഷൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ, അവസ്ഥ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഇറാനിലെ ജനതയെ ഇറാനിയൻ ഭരണകൂടത്തിനെതിരെ തിരിക്കാൻ വേണ്ടി ചിലപ്പോൾ ഈ അത്തരത്തിലൊരു ചിത്രമുണ്ടെങ്കിൽ, അത് നമുക്കിപ്പോഴും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല, ആ ചിത്രമുണ്ടെങ്കിൽ ആ ചിത്രം ഇസ്രായേൽ ചിലപ്പോൾ പുറത്തുവിടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഇറാൻ്റെ കാര്യത്തിൽ ഇന്നുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു രാഷ്ട്രീയ അസന്നഗ്ധാവസ്ഥയിലേക്ക് ഇറാൻ പോകുന്നു എന്ന് വേണം കരുതാൻ. ഒരു പരമോന്നത നേതാവ് ഇല്ലാതാകുമ്പോൾ അവിടെ തീർച്ചയായും 3 പേർ ഇപ്പോഴും തൊട്ട് താഴെയുണ്ട്, ഖാംനെയിക്ക് താഴെ. അവരെ ആരെ വേണമെങ്കിലും പരമോന്നത നേതാവായി ഏറ്റെടുക്കാം. പക്ഷെ പരമോന്നത നേതാവ് എന്ന് പറയുന്നത്, ഇറാൻ്റെ പരമോന്നത നേതാവ് എന്ന് പറയുന്നത് ഷിയ വിശ്വാസികളുടെ അവരുടെ ആത്മീയ ഗുരു കൂടിയാണ്. അങ്ങനെ ഒരാളെ നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു ഭരണാധികാരിയെ ഏറ്റെടുക്കുന്നത് പോലെ, ഒരു രാജാവിനെ ഏറ്റെടുക്കുന്നത് പോലെ അത്തരത്തിൽ എളുപ്പത്തിൽ ജനങ്ങളുടെ വിശ്വാസത്തിന് പാത്രമാക്കാൻ കഴിയില്ല. അതുകൊണ്ട് പുതിയ ഒരാളുമായി വന്നാൽ ആ ആളെ ഈ രാജ്യത്തിൻ്റെ പരമോന്നത നേതാവായി കാണാൻ ചിലപ്പോൾ ഇറാനിലെ എല്ലാ ജനതയ്ക്കും കഴിഞ്ഞു എന്ന് വരില്ല. അതൊരു അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു രാഷ്ട്രീയ അസമത്വം ഉണ്ടാകും. ആ അസമത്വം അവിടെ ഉണ്ടാകുന്ന ഒരു
ഒരു പ്രതിസന്ധി ഉണ്ടാകും. ആ പ്രതിസന്ധിയെ കൂടി ഉപയോഗിക്കാൻ ഒരുപക്ഷെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കഴിഞ്ഞേക്കും. ട്രംപ് ഈ പറയുന്നത് പോലെ 2-3 ദിവസം ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോയി ഇറാനെ പൂർണ്ണമായും വരുതിയിലാക്കാൻ കഴിയാം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ വിശ്വാസത്തിൽ കൂടിയായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ വരുന്ന മണിക്കൂറുകളിൽ എപ്പോഴെങ്കിലും ഖാംനെയുടെ മരണവാർത്ത കേൾക്കാനുള്ള സാഹചര്യം ഇപ്പോൾ അത്തരത്തിൽ സൂചനകൾ നമുക്കുണ്ട്. പക്ഷേ ഉറപ്പിക്കാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉറപ്പിക്കണമെങ്കിൽ ഒന്നുകിൽ ഇറാൻ അത് സമ്മതിക്കണം, ഇറാൻ അത് പറയണം, അല്ലെങ്കിൽ നമ്മൾ നെതന്യാഹു കണ്ടു എന്ന് പറയുന്ന ദൃശ്യമോ ചിത്രമോ നമുക്ക് പുറം ലോകത്തിന് കാണാൻ പറ്റുന്ന രീതിയിൽ പുറത്തേക്ക് വരണം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചിത്രമോ ഒന്നും തന്നെ ഈ നിമിഷവും നമുക്ക് മുൻപിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ഖമനയി കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ആവർത്തിച്ചു പറയുകയാണ്. ഈ നെതന്യാഹു ഭൂഗർഭ അറയിലായിരുന്നു ഉണ്ടായിരുന്നത്, ഈ കൊട്ടാരത്തിൻ്റെ. അവിടെ മാത്രമായി തങ്ങൾ 30 മിസൈലുകളാണ് വർഷിച്ചത്. ആ മിസൈലുകൾ വർഷിച്ചതിന് മിസൈലുകളുടെ പ്രഹരശേഷിയിൽ ഖമനയി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒന്നും ശേഷിക്കാൻ പോലുള്ള സാധ്യതയില്ല എന്നുൾപ്പെടെയുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ എന്തു സംഭവിച്ചിട്ടുണ്ടാകും എന്നത് സ്വാഭാവികമായിട്ടും അതിൽ ഒരു സ്ഥിരീകരിക്കുന്ന ഇറാനാണ്. ഇറാൻ അപ്പോഴും കുറച്ച് മണിക്കൂറുകൾ മുൻപ് വരെ നമ്മൾ കണ്ടു വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം. അദ്ദേഹം പറഞ്ഞത് ഖമനയി കൊല്ലപ്പെട്ടിട്ടില്ല. ഖമനയി എന്ന് മാത്രമല്ല, പ്രതിരോധ മന്ത്രിയോ ഒപ്പം തന്നെ സൈനിക മേധാവിയോ ഒന്നും തന്നെ കൊല്ലപ്പെട്ടിട്ടില്ല. ഞങ്ങളുടെ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ ഈ സ്കൂളിലെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടിട്ടുള്ള കാര്യം സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥിരീകരണത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. എന്തായാലും ഇപ്പോൾ നമുക്ക് അറിയാവുന്ന വിവരങ്ങൾ അനുസരിച്ച്, അതായത് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വാദവും അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന വിവരം അനുസരിച്ച് ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമനയി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തേക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹം പറയുന്നതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇനിയെങ്കിലും ഈ ജനങ്ങളോട് അടുത്ത ഭരണത്തെ ഏറ്റെടുക്കാൻ വേണ്ടി നിങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കൂ, ഇതൊരു ചരിത്ര മുഹൂർത്തമാണെന്നുൾപ്പെടെയാണ് അദ്ദേഹം പറയുന്നത്.